ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാം ഓർഡിനറി ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറപ്പെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 3 മാർക്ക് 6 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിലബസിൽ 4 മൊഡ്യൂളുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അവിടെ 2 ചാപ്റ്ററുകളുള്ളത്. ഒരു ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണിയും മറ്റൊരു ചാപ്റ്റർ സോഴ്സ് ഓഫ് ഫിനാൻസും. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അവിടെയും 2 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. ദെൻ തേർഡ് മൊഡ്യൂൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഫോർത്ത് മൊഡ്യൂൾ ഡിവിഡൻഡ് ഡിസിഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം നൽകണം. അതിലുള്ള എല്ലാ ഭാഗങ്ങളും നല്ലവണ്ണം പ്രാധാന്യം നൽകണം. പിന്നീട് പറയാനുള്ളത്, ഈ ഒരു പേപ്പർ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പറാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൂടുതലും പ്രോബ്ലംസാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പേപ്പറുകളിലും മറ്റു പേപ്പറുകൾ നോക്കുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരാറില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 3 മാർക്കിനും പ്രോബ്ലംസ് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുകയാണ്, ഇതൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് ലഭിക്കും. മൊഡ്യൂൾ 1 വരുന്നത് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ 2 ചാപ്റ്ററുകളാണ്. ഒരു ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണിയും മറ്റൊരു ചാപ്റ്റർ സോഴ്സ് ഓഫ് ഫിനാൻസും. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബുക്കിൻ്റെ പേരുള്ള എന്താണ് ഫിനാൻസ് എന്നും എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നും 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ ചെയ്താണ്. നമ്മുടെ സിലബസിൽ അത് പാടില്ലെങ്കിൽ പോലും നമ്മുടെ പേപ്പറിൻ്റെ പേരെന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. ദെൻ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എ റുപ്പി റിസീവ്ഡ് ടുഡേ മോർ ദാൻ വർത്ത് ടുമോറോ. നമ്മൾ ഇന്ന് സ്വീകരിച്ച 1 രൂപക്കുണ്ട്, നാളെ അതിലേറെ മൂല്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. നീഡ്, ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. ദെൻ ടൈം വാല്യൂ ഓഫ് മണിക്ക് പ്രധാനമായിട്ടും 2 ടെക്നിക്കാണുള്ളത്. ഒന്ന് കോമ്പൗണ്ടിങ്ങും മറ്റൊന്ന് ഡിസ്കൗണ്ടിങ്ങും. ടൈം വാല്യൂ ഓഫ് മണിയിൽ 2 ടെക്നിക്കാണ് വരുന്നത്. ഒരു ടെക്നിക്ക് കോമ്പൗണ്ടിങ്ങും മറ്റൊരു ടെക്നിക്ക് ഡിസ്കൗണ്ടിങ്ങും. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ടിങ് ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഡബ്ലിംഗ് പീരീഡ്, അവിടെ 2 റൂള് വരുന്നുണ്ട്. ആ റൂൾസുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോമ്പൗണ്ടിങ്, ഫൈൻഡ് ഔട്ടിങ് ഫ്യൂച്ചർ വാല്യൂ ആണെന്ത് കോമ്പൗണ്ടിങ്. അതിൻ്റെ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ എന്താണ് ഡബ്ലിംഗ് പീരീഡ് എന്നുള്ള ടേമും കൂടി അവിടെ അറിഞ്ഞിരിക്കണം. പിന്നീട് ഡിസ്കൗണ്ടിങ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടിങ്, ഫൈൻഡ് ഔട്ടിങ് പ്രസൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക, ഫൈൻഡ് ഔട്ടിങ് ഫ്യൂച്ചർ വാല്യൂ കോമ്പൗണ്ടിങ്ങും ഫൈൻഡ് ഔട്ടിങ് പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടിങ്ങും. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കൗണ്ടിങ് എന്ന് പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിങ് എന്ന് ഒരു 3 മാർക്കിൻ്റെ സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ നിന്നും വലിയ ചോദ്യങ്ങൾ വന്നിട്ടില്ല. അവിടെ ടേബിൾ വരച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ പ്രോബ്ലംസാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചോദ്യങ്ങൾക്ക് നല്ലവണ്ണം പ്രാധാന്യം നൽകാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ആനുറ്റി എന്താണ്. എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫോർ എ സ്പെസിഫിക് പീരിയഡ്. അതിന് എന്ത് പറയുന്നത്, ആനുറ്റി എന്ന് പറയുന്നത്. ഇതാണ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ റെഗുലർ ഇൻ്റർവെല്ലായിട്ട്, അതായത് ഇപ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ അല്ലേ വർഷത്തിൽ പേയ്മെൻറ്റ് നടത്തുന്നു, അത് 2 ആഴ്ചകളിൽ പേയ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ റെഗുലറായിട്ട് ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ പേയ്മെൻറ്റ് നടത്തുന്നതിനാണ് ആനുറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് പെർപ്പച്വാലിറ്റി, കണ്ടിന്യൂസ് ഫോർ എവർ ആണ് പെർപ്പച്വാലിറ്റി. അതിൻ്റെ മീനിങ് ഒക്കെ കൃത്യമായിട്ട് ഒരു 3 മാർക്കിൻ്റെ മീനിങ് എഴുതാൻ ആനുറ്റിയും അറിഞ്ഞിരിക്കണം, പെർപ്പച്വാലിറ്റിയും ഇവിടെ അറിഞ്ഞിരിക്കണം.
നെക്സ്റ്റ് വരുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, സാധാരണ പലിശയും കൂട്ടുപലിശയും. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ്? ഫ്യൂച്ചർ വാല്യൂ തന്നെയാണ്. എഫ് ഇ അല്ലെ, നമ്മൾ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് കണ്ടെത്തുക? അതേ സെയിം ഇക്വേഷനും സെയിം കാര്യങ്ങളാണ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ക്യാപിറ്റൽ റിക്കവറി. എന്താണ് ക്യാപിറ്റൽ റിക്കവറി? ദ പ്രോസസ് ഓഫ് റിക്കവറിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിക്കും. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യുന്നതിനാണ് പറയുന്നത് ക്യാപിറ്റൽ റിക്കവറി. അതായത് നമ്മളുടെ ക്യാപിറ്റൽ റിക്കവർ ചെയ്യുക. നമ്മളിപ്പോൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ആ 10 ലക്ഷം കിട്ടലാണെന്ന് ക്യാപിറ്റൽ റിക്കവറി. ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ക്യാപിറ്റൽ റിക്കവറി. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലോൺ അമോർട്ടൈസേഷൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടൈം വാല്യൂ ഓഫ് മണി. അവിടെ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, കോമ്പൗണ്ടിങ്, ഡിസ്കൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ പറഞ്ഞു. ആ ടേമുകൾ ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ റിക്കവറി, ലോൺ അമോർട്ടൈസേഷൻ. അത്രയും ഭാഗമാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഏരിയയിൽ നല്ലവണ്ണം പ്രാധാന്യം നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസ് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, തിയറി പാർട്ടാണ്. അവിടെ ഓരോ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഇക്വിറ്റി ഷെയർ എന്താണ്, അതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ഇക്വിറ്റി, ഒരു കമ്പനി അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ ഡിസ്കൗണ്ട് റേറ്റിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രിഫറൻസ് ഷെയർ എന്താണ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഓരോ ടൈപ്സ് നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ദെൻ ഡിബഞ്ചേഴ്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സും. ടേം ലോൺ എന്താണ്, ലീസ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ലീസിൽ ഓപ്പറേറ്റിംഗ് ലീസും അറിഞ്ഞിരിക്കണം, ഫിനാൻസിങ് ലീസും. എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്, എന്താണ് ഫിനാൻസിങ് ലീസ്. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ, കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വെഞ്ചർ ക്യാപിറ്റൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പുതിയ അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങളാണിത്, ലോങ് ടേം ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങളാണിത് വെഞ്ചർ ക്യാപിറ്റൽ. ദെൻ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്, ന്യൂ എൻ്റർപ്രണേഴ്സിന് അതായത് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് ഏർലി സ്റ്റേജിൽ ഫണ്ട് നൽകുകയും അതുപോലെ തന്നെ അവർക്ക് കുറച്ച് ബിസിനസ് ഐഡിയാസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസികളാണിത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ദെൻ വാറണ്ട് എന്താണ്, കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങും വെഞ്ചർ ക്യാപിറ്റലും ലീസുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സോഴ്സ് ഓഫ് ഫിനാൻസ്, ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, 2 സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട് ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം നമ്മുടെ സിലബസിൽ പറയുന്നില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം 2 സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ 1 വർഷം വരെയുള്ളതാണ്. അതിൽ വരുന്നതാണ് CD സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, CP കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ എന്താണ്, കൊമേഴ്ഷ്യൽ പേപ്പറാണ് CP. ട്രഷറി ബില്ല് അതൊക്കെ എന്ത് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. അത് നമ്മുടെ സിലബസിൽ വരുന്നില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് പഠിച്ചാൽ മതി, ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ഈ ഒരു മൊഡ്യൂളിലും 2 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മറ്റൊരു ചാപ്റ്റർ ക്യാപിറ്റൽ സ്ട്രക്ചറും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇവിടുന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെ, മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ബൈ എ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞപ്പോഴാണത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻസ് പഠിച്ചിരിക്കണം, അതിൻ്റെ ടൈപ്സും അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഒരു ചാപ്റ്ററിന് നല്ലവണ്ണം പ്രാധാന്യം നൽകാം. കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ ഇറഡീമബിൾ ഡെപ്റ്റും റെഡീമബിൾ ഡെപ്റ്റും ഉണ്ട്.
ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇറഡീമബിൾ ഡെപ്റ്റിനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചിലപ്പോൾ 6 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ വരും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അതിൽ റെഡീമബിളും ഇറഡീമബിളും പഠിക്കുക, കുറച്ചും കൂടി പ്രാധാന്യം ഇറഡീമബിളിന് കൊടുക്കാം. നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇതിൻ്റെയും പ്രോബ്ലംസും തിയറിയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടെയുണ്ട് എന്ത്, ഇറഡീമബിളും റെഡീമബിളും. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൃത്യമായിട്ട് പഠിക്കണം, അത് നല്ലോണം പ്രാധാന്യം നൽകണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള മറന്നു പോയതാണ് CAPM. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറിയും ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചാൽ. CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വാല്യുവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. പരീക്ഷയ്ക്ക് അതിൻ്റെമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ തിയറിയും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ് CAPM. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. ഈ കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും കാണാനുള്ള സിമ്പിൾ ചോദ്യം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന്. ഈ ഒരു ചാപ്റ്ററാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ. ദെൻ WACC കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നത് ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു, പക്ഷേ അതിൽ പ്രോബ്ലം ചെയ്യാനില്ല, ഇവാലുവേഷൻ ആയിരുന്നു. ആ ഒരു ചോദ്യം നമ്മൾ ആ ക്ലാസ്സിലൂടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ WACC നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക. പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് WACC. ചിലപ്പോൾ ഇവാലുവേഷൻ ക്വസ്റ്റ്യനും വരും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഏരിയ മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 ചാപ്റ്ററും പറഞ്ഞു. ഒരു ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മറ്റൊരു ചാപ്റ്റർ ക്യാപിറ്റൽ സ്ട്രക്ചറും. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ എന്താണ് ക്യാപിറ്റലൈസേഷൻ, ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അവിടെ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്താണ് ക്യാപിറ്റലൈസേഷൻ, എന്താണ് ഫിനാൻസ് സ്ട്രക്ചർ, ഇവ തമ്മിലുള്ള ഡിഫറൻസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഓരോ ഫാക്ടേഴ്സും പോയിൻ്റ് പഠിച്ചാൽ മതി, ആൻസർ നിങ്ങൾ പരീക്ഷയ്ക്ക് എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മറക്കേണ്ട, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലേ, ബെസ്റ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണിത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അതായത് പ്രൊപ്പോർഷൻ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണിത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിൽ ഒപ്റ്റിമം എന്ന് പറയുന്നത് അല്ലേ ബെസ്റ്റ് മിക്സ് ആണ്, അതായത് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ഫേമും അതുപോലെ തന്നെ മിനിമം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിന്ന് പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്, തിയറീസും വരാറുണ്ട്. WACC ഒക്കെ നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക, CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക. നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് തിയറീസ്. ഈ ഒരു ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം തിയറി, NI തിയറി എന്താണ്? ഡേവിഡ് ഡോഡ് എന്ന് പറയുന്ന വ്യക്തി ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് നെറ്റ് ഇൻകം തിയറി. ഇതൊരു റെലവൻറ്റ് തിയറിയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ റെലവൻറ്റ് തിയറിയാണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനെ എന്തിനെ ബാധിക്കും, വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും എന്നാണ് ഈ നെറ്റ് ഇൻകം തിയറിയിൽ പറഞ്ഞത്. ദെൻ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി, ഇതും ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡോഡ് തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണ് അല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എന്തിനെ ബാധിക്കില്ല, വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല. ദെൻ ട്രഡീഷൻ തിയറി, സോളമൻ നെസ്സറുടെ ട്രഡീഷൻ തിയറി. അതിൽ 3 സ്റ്റേജസ് ഉണ്ട്, ആ 3 സ്റ്റേജും കൃത്യമായിട്ട് MM തിയറി, മോഡി ക്ലിയാനി ആൻഡ് മില്ലർ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ തിയറീസ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസാണ്
ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ പ്രോബ്ലംസ് ഒക്കെ വളരെ എളുപ്പമാണ്. പ്രോബ്ലംസും കൂടി പ്രാധാന്യം കൊടുക്കുക. നെറ്റ് ഇൻകം തിയറിയിൽ നിന്നും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ നിന്നാണ് പ്രോബ്ലം കൂടുതൽ വരാൻ സാധ്യത. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. തിയറി ഇറലവൻറ്റ് തിയറിയാണ്. ൻ്റെ ഫുൾ ഫോം മോഡിക്ലാനി ആൻഡ് മില്ലറാണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാണ് EBIT EPS അനാലിസിസ്. EBIT എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും തിയറീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. EBIT EPS അനാലിസിസുമായി ബന്ധപ്പെട്ട. ദെൻ മറ്റൊരു സിമ്പിളായിട്ടുള്ള ഏരിയയാണ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഈ രണ്ട് കാര്യങ്ങളും എന്താണ് ROI, എന്താണ് ROE, അതിൻ്റെ ഇക്വേഷനും പ്രോബ്ലം വളരെ എളുപ്പമുള്ള ഏരിയയാണ്. ROIയും ROEയും അതിൻ്റെ പ്രോബ്ലംസും ഇവിടെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂള് 3 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു മൊഡ്യൂളിൽ തോനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടില്ല. എങ്കിലും ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയും. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണിത് ക്യാപിറ്റൽ ബജറ്റിംഗ്. അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, ലോങ് ടേമിൽ നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് ക്യാപിറ്റൽ ബജറ്റിംഗ്. അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. ദെൻ ഫീച്ചേഴ്സ്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്, പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇത്രയും ബേസിക് തിയറീസ് അവിടെ വരുന്നുണ്ട്. എന്താണ് ക്യാപിറ്റൽ ബജറ്റിംഗ്? കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പ്രോസസ്സ്. ദെൻ പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ്. അതിൽ ട്രഡീഷണൽ ടെക്നിക്ക്, അതായത് നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കുണ്ട്, അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്കുണ്ട്. ട്രഡീഷണൽ ടെക്നിക്ക് നോൺ ഡിസ്കൗണ്ടിങ് ആണ്. അതായത് ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഏതൊരു ട്രഡീഷണൽ ടെക്നിക്കിൻ്റെയും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ എന്താണ് പേ ബാക്ക് പീരിയഡ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാനുള്ള പീരിയഡിന് പറഞ്ഞ പേരാണിത് പേ ബാക്ക് പീരിയഡ്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഇവിടെ അറിഞ്ഞിരിക്കണം. ദെൻ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, ജസ്റ്റ് അതിൻ്റെ ടേം എന്ന് അറിഞ്ഞാൽ മതി. പ്രോബ്ലംസ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയും കൂടിയും അറിഞ്ഞിരിക്കണം. ദെൻ ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. ARRൻ്റെ ഫുൾ ഫോം എന്താണ്? അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇക്വേഷൻ. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ പേ ബാക്ക് പീരീഡും ARRനും നല്ലോണം പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എന്താണ് പേ ബാക്ക് പീരീഡ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, എന്താണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ്, എന്താണ് ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അതിൻ്റെ പ്രോബ്ലംസ്. നെക്സ്റ്റ് മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ്. ഇവിടെ എന്ത് ചെയ്യും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. മോഡേൺ മെത്തേഡ് എന്ത് ചെയ്യും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. അതിൽ വരുന്നതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തിട്ടുള്ള പേ ബാക്ക് പീരീഡ്. അതൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് വലിയ പ്രാധാന്യമില്ല, ജസ്റ്റ് ഒരു മെത്തേഡാണ്. ദെൻ NPV വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇവിടെ ചിലപ്പോൾ പ്രോബ്ലംസും തിയറിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണ് NPV, അതിൻ്റെ അഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കണം. NPVയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണിത് NPV. എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണത് NPV. ദെൻ PI, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയും അല്ലേ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ ഡിവിഷനാണ്, NPVയിൽ ഡിഫറൻസ് ആണ്. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. PIയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. PIൻ്റെ തിയറിക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. ദെൻ IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ്? കട്ട് ഓഫ് റേറ്റ് ആണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് NPV പോസിറ്റീവ് ആവാം, NPV നെഗറ്റീവ് ആവും. NPV പോസിറ്റീവ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, NPV നെഗറ്റീവ് ആണ് റിജക്റ്റ് ചെയ്യും. NPV 0 അതാണെന്ത്? IRR. വെൻ NPV 0 ആകുമ്പോഴാണ് എന്ത് പറയുക? നമ്മൾ IRR എന്ന്
പറയാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ് MIRR, മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതും എന്തുതന്നെയാണ്, ഒരു മോഡേൺ ടെക്നിക്കാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ 2 എസ്, ഒരു എസ് എന്തായിരുന്നു അല്ലെ, ഒരു എസ് വന്നിട്ടുള്ളത് WSCൻ്റെ ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദെൻ MIRR, മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് എന്നാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായുള്ള പ്രോബ്ലംസ് ആണ്, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. കൃത്യമായിട്ട് ആ പ്രോബ്ലംസ് പഠിക്കാം. പിന്നീട് ഇവിടെ വരുന്ന റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അവിടെ എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, എന്താണ് സിനാരിയോ അനാലിസിസ്, എന്താണ് മോണ്ടോ കാർലോ സിമുലേഷൻ, അത്രയും ടോപ്പിക്കാണ് അവിടെ വരുന്നത്. എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, എന്താണ് സിനാരിയോ അനാലിസിസ്, എന്താണ് മോണ്ടോ കാർലോ സിമുലേഷൻ. അപ്പോൾ റിസ്ക് അനാലിസിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ 3 റിസ്ക് അനാലിസിസ് ആണ്: സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിനാരിയോ അനാലിസിസ്, മോണ്ടോ കാർലോ സിമുലേഷൻ. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡിവിഡൻറ്റ്, ഡിവിഡൻറ്റിൻ്റെ ടൈപ്സും. ഇപ്പോൾ ഡിവിഡൻറ്റ് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യാം. ദെൻ ഡിവിഡൻറ്റ് പോളിസി എന്താണ്, ഡിവിഡൻറ്റ് പോളിസി എന്താണ്, പിന്നെ അതുപോലെ തന്നെ അതിൽ ഫാക്ടേഴ്സ്, ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. ഈ ഇഷ്യൂസും ജസ്റ്റ് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സും ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി. അവിടെ എന്താണ് ഡിവിഡൻറ്റ് പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയൊരു പ്രാധാന്യമില്ല. എന്താ പറയുക, ചോദ്യം ചിലപ്പോൾ എങ്ങനെ വരും അറിയില്ല, പക്ഷേ ഡിവിഡൻറ്റ് പോളിസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ്, ഡിവിഡൻറ്റ് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്. ദെൻ ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി. ഓരോ ഡിവിഡൻറ്റും സ്റ്റാബിൾ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്, റെഗുലർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്, സ്റ്റോക്ക് ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്. അപ്പോൾ 3 ഡിവിഡൻറ്റ് പോളിസി ഉണ്ട്. ആ 3 ഡിവിഡൻറ്റ് പോളിസീസ് പറഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് തിയറീസ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി. ഇവിടുന്ന് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് തിയറി. തിയറി ഇറലവൻറ്റ് തിയറിയാണ്. അപ്പോൾ തിയറി നമുക്ക് 2 ഭാഗത്ത് പഠിക്കാണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറിലും ഉണ്ട്, ഡിവിഡൻറ്റ് പോളിസിയിലും ഉണ്ട്. തിയറി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് തിയറി അല്ലേ, എന്താണ് ഡിവിഡൻറ്റ് പോളിസിനെ അഫക്റ്റ് ചെയ്യൂല എന്നാണ്. അതിൻ്റെ അസംഷൻസ്, മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പോൾ എന്താണ് തിയറി, അസംഷനൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, അതൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. മാത്തമാറ്റിക്കൽ ഫോർമുല ഓഫ് അപ്രോച്ച്. ദെൻ വാൾട്ടേഴ്സ് ഡിവിഡൻറ്റ് മോഡൽ റെലവൻറ്റ് തിയറിയാണ്, വാല്യൂ ഓഫ് എമ്മിനെ ബാധിക്കും. അസംഷൻസ്, അതുപോലെ തന്നെ ഫോർമുല. ഈ വാൾട്ടേഴ്സിൻ്റെ ഒരു ഡിസിഷൻ റൂൾ ഉണ്ട്, ആ ഡിസിഷൻ റൂൾ കൃത്യമായിട്ട് പഠിക്കുക, അതാണ് അതിൽ നമ്മൾ എഴുതേണ്ടത്. ദെൻ ഗോൾഡൻ മോഡൽ, ബ്രിഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറയും. ഗോൾഡൻ മോഡലിൻ്റെ അതിൻ്റെ മീനിങ്, അസംഷൻസ്, മാത്തമാറ്റിക്കൽ ഫോർമുല, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. തിയറീസ് ഓഫ് ഡിവിഡൻറ്റ് പോളിസി നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കണം. ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷം തിയറിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, വാൾട്ടേഴ്സ് മോഡലിൽ ചോദ്യം വന്നിട്ടുണ്ട്, ഗോൾഡൻ മോഡലിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ പലരും ബുദ്ധിമുട്ടുള്ള പേപ്പറാണ് പറയാറുണ്ട്. ബുദ്ധിമുട്ടുള്ള പേപ്പർ എന്ന് പറയാൻ കാരണം ഇതിലെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കണം. കുറച്ച് ഭാഗം പഠിച്ചെങ്ങാണ്ടുള്ള എന്ത് പറ്റില്ല, നമുക്ക് മാർക്ക് ലഭിക്കില്ല. എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ FMൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയ പേപ്പർ തന്നെയാണ്, ആ കാര്യം മനസ്സിലാക്കിയിട്ട്. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ ഒരു സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിൽ ഏരിയ ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് FMൽ നേടാൻ കഴിയും. ഓക്കെ, താങ്ക് യു.